ഹലോ നമസ്കാരം. നമുക്കിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് ക്യൂട്ടിപ്പ് വെച്ചിട്ട് ഒരു ഈസി ആർട്ട് നമുക്കത് ചെയ്താലോ. ആ ആർട്ടിന് വേണ്ടിയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ 2 അക്രാലിക് പെയിൻറ്റ് കളേഴ്സ്, ഒന്ന് ബ്രൗണും ഒന്ന് പേർപ്പിളും, പിന്നെ കുറച്ച് ക്യൂട്ടിപ്സ് ഇങ്ങനെ റബ്ബർ ബാൻഡിട്ട് നമുക്ക് കെട്ടിവെക്കാം. പിന്നെ വേണ്ടതൊരു ഗ്രീൻ സ്കെച്ച് പെൻ, ഐ മീൻ മാർക്കർ പെൻ, പിന്നെ ഒരു പെൻസിൽ. ആ പെൻസിൽ വെച്ചിട്ട് നമുക്ക് കുട്ടികളെ കൊണ്ട് തന്നെ ഒരു കുഞ്ഞു പോട്ട് മാതിരി ഇങ്ങനെ ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ നമുക്ക് തന്നെ പെൻസിൽ വെച്ച് വരച്ചവർക്ക് കൊടുക്കാം. പെർഫെക്ഷനൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ റൂളർ വെച്ച് വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇട്ട് കുട്ടികൾക്ക് കൊടുക്കുക. എന്നിട്ട് അവരോട് പറയാം ഇങ്ങനെ നമുക്ക് സ്റ്റെംസ് മാതിരി ഇങ്ങനെ വരയ്ക്കാനായിട്ട് ഒരു ഗ്രീൻ മാർക്കർ പെൻ വെച്ച് ചെയ്യാൻ പറയുക. എന്നിട്ട് അതവർ വരച്ച് കഴിയുമ്പോൾ നമ്മൾ ക്യൂട്ടിപ്സ് ഇങ്ങനെ കെട്ടി വെച്ചത് കൊടുക്കുക. അതവർ പേർപ്പിളിൽ കളറിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കുത്തായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ലാവൻഡർ ഇങ്ങനെ ഫ്ലവേഴ്സ് പോലെ ഇങ്ങനെ തോന്നും. അതുകൊണ്ട് ആ പേർപ്പിൾ കളർ എടുത്തത്. അങ്ങനെ അവർ പതുക്കെ നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കാണിച്ചു കൊടുക്കാം ഇച്ചിരി. ബാക്കി അവർ തന്നെ ചെയ്തോളും. അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇങ്ങനെ ക്യൂട്ടിപ്പ് വെച്ച് ഇങ്ങനെ കുത്തി അതിലിങ്ങനെ ചെയ്യുമ്പോഴും. അങ്ങനെ ഓരോ സ്റ്റെംസും നമ്മൾ അവരോട് ചെയ്യാൻ പറയുക. അങ്ങനെ അവർ 5 or 6 സ്റ്റെംസ് അവർക്ക് വേണ്ടത്രയും അവർ വരച്ചതുപോലെ അതിനകത്ത് ഇങ്ങനെ ക്യൂട്ടിപ്സ് വെച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നല്ല ഭംഗിയില്ലേ, ലാവൻഡർ ഫ്ലവേഴ്സ് ഇരിക്കുന്ന പോലെ. അത് കുഞ്ഞുങ്ങൾക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടാണ്. ഒരു 3 തൊട്ട് 5 വയസ്സുള്ള കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇത്. അങ്ങനെ ഇങ്ങനെ ലാവൻഡർ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പേർപ്പിൾ കളറിൽ മുക്കി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മുടെ പേർപ്പിൾ ഇല്ലെങ്കിൽ നമുക്ക് റെഡും ബ്ലൂവും കൂടെ മിക്സ് ചെയ്ത് പേർപ്പിളാക്കി കുട്ടികൾക്ക് കൊടുക്കാം. എന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബ്രൗൺ പെയിൻറ്റിന് ഒരു പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ വേണമെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് ഈ ഔട്ട്ലൈൻ നമ്മൾ വരച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്തൂടെ ചെയ്യാൻ പറഞ്ഞത്. ഇതൊരു പെർഫെക്ഷൻ ഒന്നും നോക്കരുത്. ഈ 3 വയസ്സ് അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 വയസ്സുള്ള കുട്ടികൾ ചെയ്യുമ്പോൾ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. ചിലപ്പം നമ്മൾ വരച്ച ലൈനിൽ നിന്ന് പുറത്തൊക്കെ പോകും. എന്നാലും കുഴപ്പമില്ല, അത് അവരുടെ ആർട്ടാണ്. അപ്പം നമുക്ക് പെർഫെക്ഷൻ നോക്കണ്ട. അവർ കുറച്ചൊക്കെ പുറത്ത് പോയാലല്ലേ നാച്ചുറൽ ലുക്ക് വരുള്ളൂ. അങ്ങനെ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എന്നിട്ട് ഫുൾ അത് പെയിൻറ്റ് ചെയ്യാൻ പറയുക. ഇടയ്ക്ക് ചിലപ്പോൾ ഗ്യാപ്പ് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം പുറത്ത് വരും. ഇത്രയും പെർഫെക്ഷൻ കാണില്ല. അപ്പം അങ്ങനെയെല്ലാം അവർ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു പോട്ടിൻ്റെ ഷേപ്പാക്കി അവർ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഉണങ്ങാൻ വേണ്ടി കുറച്ച് നേരം വെക്കുക. അത് ഡ്രൈ ആയി കഴിയുമ്പോഴും കുട്ടികൾക്കൊന്ന് കാണിച്ചു കൊടുക്കാം. നല്ല രസമായിരിക്കും ഇത് കാണാനായിട്ട്. നമ്മളൊരു ഫ്ലവർ പോട്ടിൽ ഇങ്ങനെ ഫ്ലവേഴ്സ്